അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം. ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. സുഭാഷിതം. മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു വികാരമാണ് പ്രതികാരം ചെയ്യുക എന്നുള്ളത്. നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് മോശമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് നന്നായി അവർക്കങ്ങനെ വരേണ്ടതായിരുന്നു എന്നുള്ള ഒരു പ്രതികാര ചിന്ത പലപ്പോഴും മനസ്സിൽ കയറി വരാറില്ലേ? എന്നാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ ചിന്ത ദൈവത്തിന് ഹിതമല്ലാത്തതാണെന്നറിയാമോ? യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ യഹൂദയ്ക്ക് നേരെയുള്ള ന്യായവിധിയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളായിരുന്നു അമ്മോൻ, മോവാബ്, ഏദോം, ഫെലിസ്ത്യ, സോർ, സീദോൻ എന്നിവ. ഈ ജാതീയ രാജ്യങ്ങൾ യഹൂദ നശിക്കുന്നതിനു വേണ്ടി തുണ നിന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകം പഠിക്കുമ്പോൾ യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും ജാതികളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയായ സകല ജാതികളെയും ദൈവം വീക്ഷിക്കുന്നു. യഹൂദയ്ക്ക് വിരോധമായി നിന്ന അമ്മോന്യർ, ഏദോം, ഫെലിസ്ത്യർ എന്നിവരുടെ ന്യായവിധിയാണ് യെഹെസ്കേൽ പ്രവചനം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മോന്യരെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാഗ്രഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. This is what the sovereign Lord says, because you said, aha, over my sanctuary when it was desecrated, and over the land of Israel when it was laid waste, and over the people of Judah when they went to exile. യഹൂദർ നശിച്ചു പോയപ്പോൾ അമ്മോന്യർ സന്തോഷിച്ചു എന്നർത്ഥം. പ്രിയമുള്ളവരെ, ഈ അധ്യായത്തിൽ കൂടെ നമ്മെ വളരെ വലിയ പാഠം പഠിപ്പിക്കുന്നു. പ്രതികാരം ചെയ്യുവാൻ മനുഷ്യരെ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മറ്റൊരാൾ നമ്മളോട് മോശമായി പെരുമാറുകയോ നമ്മളെ വെറുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വിരോധമായി സംസാരിക്കുകയോ ദോഷം ചെയ്യുകയോ ചെയ്താലും അവർക്കെതിരെ പക വയ്ക്കുവാനും അവരോട് വിരോധമായി ഇരിപ്പാനും വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല. കാരണം യേശുക്രിസ്തുവിന്റെ മാർഗമാണ് നമ്മുടെ മാർഗം. കർത്താവിന്റെ വാക്കുകൾ കേൾക്കൂ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. യേശു കർത്താവ് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. കർത്താവിന്റെ ആ സ്നേഹം നോക്കൂ. ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ച സ്തേഫാനോസ് കല്ലേറുകൊണ്ട് ഭരിക്കുമ്പോൾ അദ്ദേഹവും പ്രാർത്ഥിച്ചത്, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്നാണ്. ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. നാം പ്രതികാരം ചെയ്യാതെ വിട്ടുകൊടുത്താൽ ദൈവം വേണ്ടതുപോലെ അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രതികാരം ചെയ്യുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം തന്ന മാതൃക. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവരെ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള നല്ല ഹൃദയം അടിയങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.